നമസ്കാരം. ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. സമഗ്ര വികസനം ലക്ഷ്യം വെച്ചും വനിതകൾക്ക് മുൻതൂക്കം നൽകിയും പുതിയ പദ്ധതികൾ വിഭാവനം ചെയ്തും പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തും അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തും 2024-25 വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. വനിതാ ശാക്തീകരണത്തിനും വയോജന ക്ഷേമത്തിനും മുൻതൂക്കം നൽകിയാണ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചതെങ്കിൽ തിരുമാന്ധാംകുന്നിൽ നക്ഷത്രവനം, വയോജനങ്ങൾക്ക് മന്ദഹാസം പദ്ധതി എന്നിങ്ങനെ പുതിയ പദ്ധതികളുമായാണ് അങ്ങാടിപ്പുറത്തിന്റെ ബജറ്റ് ശ്രദ്ധ നേടുന്നത്. കാർഷിക മേഖലയ്ക്കും വനിതാ ശാക്തീകരണത്തിനും വയോജനങ്ങൾക്കും സമഗ്ര വികസനത്തിനും മുൻതൂക്കം നൽകിയാണ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തും അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തും 2023-24 ബജറ്റ് അവതരിപ്പിച്ചത്. 19.65 കോടി രൂപയുടെ വരവും 18.66 ചിലവും 98.25 ലക്ഷം രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബജറ്റ് വൈസ് പ്രസിഡന്റ് വനജ കുന്നംകുളത്താണ് അവതരിപ്പിച്ചത്. കാർഷിക മേഖലയ്ക്കും വനിതാ ശാക്തീകരണത്തിനും ഭവന നിർമ്മാണം, വയോജന സൌഹൃദം, സംരംഭകത്വം, കുടിവെള്ളം എന്നീ മേഖലകൾക്കും ഊന്നൽ നൽകിയ ബജറ്റ് കാര്യമാത്ര പ്രസക്തമാണ്. SC/ST വിഭാഗത്തിലുള്ള ഗർഭിണികളെയും വയോജനങ്ങളെയും ഉദ്ദേശിച്ചുകൊണ്ടുള്ള പ്രത്യേക പദ്ധതിയും പ്രാവർത്തികമാക്കാൻ ബജറ്റ് ലക്ഷ്യം വയ്ക്കുന്നു. വയോജന സംരക്ഷണ പദ്ധതിയിലൂടെ 10 ലക്ഷം രൂപ ചെലവഴിച്ച മേലാറ്റൂർ CHC മുഖാന്തരമാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. കുടിവെള്ള പദ്ധതികൾക്കായി 85.6 ലക്ഷം രൂപയും ശുചിത്വ മാലിന്യ സംസ്കരണത്തിന് 55.6 ലക്ഷം രൂപയും വകയിരുത്തുന്നുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ താഴേക്കോട് പഞ്ചായത്തിൽ അരക്കുപറമ്പിൽ യാഥാർത്ഥ്യമാക്കിയ വ്യവസായ പാർക്കിന്റെ അടിസ്ഥാന സൌകര്യങ്ങൾക്കായി 27 ലക്ഷം രൂപയും മാറ്റിവെച്ചിരിക്കുന്നു. പരിമിതമായ പ്രവർത്തന മേഖലയിൽ നിന്നുകൊണ്ട് ഞെരുങ്ങുന്ന ഇതര ബ്ലോക്ക് പഞ്ചായത്തുകളെ അപേക്ഷിച്ച് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന് വിവിധ ജനോപകാര പദ്ധതികൾ നടപ്പിലാക്കാനുള്ള ശേഷിയും ഭൗതിക സാഹചര്യവുമുണ്ടെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ പറഞ്ഞു. ഒരു പ്രഖ്യാപിത ലക്ഷ്യമായിരുന്നു ഒരു വ്യവസായ പാർക്ക് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ കൊണ്ടുവരിക എന്നുള്ളത്. 4.25 ഏക്കർ സ്ഥലം സർക്കാരിൻ്റെ നിബന്ധനകൾക്കനുസരിച്ച് സർക്കാർ പറഞ്ഞ വിലക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അതിനേക്കാൾ കുറഞ്ഞ വിലക്ക് സംഘടിപ്പിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞു. ഞങ്ങൾ ബ്ലോക്ക് ഭരണസമിതിയിലെ എല്ലാ മെമ്പർമാരും ആ കാര്യത്തിൽ അവരവരുടെ കഴിവിനനുസരിച്ച് സഹകരിച്ചു, സഹായിച്ചു, നന്നായിട്ട് പരിശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ ഓരോ ലക്ഷ്യപ്രാപ്തി, ഉദാഹരണം ഇപ്പോൾ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണി, വാടകയ്ക്ക് നമുക്ക് കൊടുക്കാമായിരുന്ന പല കെട്ടിടങ്ങളും ജീർണാവസ്ഥയിലായിരുന്നു, അടഞ്ഞു കിടക്കുകയായിരുന്നു. അതൊക്കെ നമ്മൾ പുനരുദ്ധരിച്ചു, അതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഫണ്ട് അനുവദിച്ചു കൊടുത്തു. അപ്പോൾ അതിൽ നിന്നൊക്കെ മാന്യമായിട്ടുള്ള ഒരു തുക ഞങ്ങൾക്ക് വാടകയായി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. വ്യവസായ എസ്റ്റേറ്റ് വരുമ്പോൾ അതിൽ നിന്നുള്ള ആളുകൾക്ക് സംരംഭകത്വത്തിനുള്ള അവസരം കിട്ടുമെന്ന് മാത്രമല്ല, ഈ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് റോളുകൾ കുറഞ്ഞു വരുന്നൊരു കാലഘട്ടമാണ്. പക്ഷേ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലെ വരാൻ പോകുന്ന ഭരണസമിതി അംഗങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ ഒരു ദുർഗതി വരില്ല. അവർക്ക് തനത് ഫണ്ടും ഇഷ്ടം പോലെ ഉണ്ടാവും. ശ്രദ്ധേയമായ പദ്ധതികളുമായാണ് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് 2024-25 വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചത്. 44.62 കോടി രൂപ വരവും 44.05 കോടി രൂപ ചെലവും 56.61 ലക്ഷം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ അവതരിപ്പിച്ചത്. വികസന ലക്ഷ്യം കൈവരിക്കാൻ സാമ്പ്രദായിക വരവുകൾക്ക് പുറമെ ശുചിത്വ മിഷൻ ഫണ്ടുകൾ, മറ്റ് സംസ്ഥാനാവിഷ്കൃത ഫണ്ടുകൾ, കേന്ദ്രാവിഷ്കൃത ഫണ്ടുകൾ എന്നീ മേഖലകളിൽ നിന്നുള്ള വരവുകൾ കൂടാതെ 2024-25 സാമ്പത്തിക വർഷത്തിലെ പ്രാരംഭ ബാക്കിയുമടക്കം 44,62,50,927 രൂപ വരവും 44,05,89,620 രൂപ ചെലവും 56,61,307 രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത്. തിരുമാന്ധാംകുന്നിൽ നക്ഷത്രവനം, വയോജനങ്ങൾക്ക് മന്ദഹാസം പദ്ധതിയിലൂടെ വെപ്പുവല്ല എന്നിവയാണ് ശ്രദ്ധേയമായ പദ്ധതികൾ. നെൽകൃഷിക്കും പാർപ്പിട മേഖലയ്ക്കും ഗതാഗത മേഖലയ്ക്കും ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനും മാലിന്യ സംസ്കരണത്തിനും ബജറ്റ് മുൻതൂക്കം നൽകുന്നു. അങ്ങാടിപ്പുറം നഗര സൗന്ദര്യവൽക്കരണം, ചാത്തോലിക്കുണ്ട് അണ്ടർപാസ്, പട്ടികജാതി BPL കുടുംബങ്ങൾക്ക് സൗജന്യ വൈഫൈ, സ്റ്റേഡിയം നിർമ്മാണം, അംഗൻവാടികളുടെ നവീകരണം തുടങ്ങിയൊക്കെ ബജറ്റ് ലക്ഷ്യം വയ്ക്കുന്നു. യോഗത്തിൽ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ ടീച്ചർ അധ്യക്ഷയായി. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി.
2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ.